അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തതിനു പിന്നാലെ നടത്തിയ പ്രസംഗത്തിൽ നിർണായകമായ പല പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളുമാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. കുടിയേറ്റം തടയുന്നതിനായി മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അദ്ദേഹം ട്രാൻസ്ജെൻഡേഴ്സിന് രാജ്യത്ത് സ്ഥാനമുണ്ടാകില്ലെന്നും വ്യക്തമാക്കി. അമേരിക്കയുടെ സുവർണ യുഗത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. 2025 ജനുവരി 20 രാജ്യത്തിന്റെ വിമോചന ദിനമാണ്. ഇന്നു മുതൽ US അഭിവൃദ്ധിപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യും. അമേരിക്കയെ എല്ലാ തരത്തിലും ഞാൻ ഒന്നാമതെത്തിക്കുമെന്ന് അഭിപ്രായപ്പെട്ട ട്രംപ് പാനമ കനാൽ പാനമയിൽ നിന്ന് തിരിച്ചെടുക്കുമെന്ന പ്രഖ്യാപനവും നടത്തി. ആഗോള ക്രൂഡ് ഓയിൽ വിപണിയെ ബാധിക്കുന്ന പ്രധാന പ്രഖ്യാപനവും ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. രാജ്യത്തെ വിലക്കയറ്റവും ഇന്ധന ചിലവും വർദ്ധിക്കുന്നത് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതിനായി ദേശീയ ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും രാജ്യത്തെ ക്രൂഡ് ഓയിൽ പ്രകൃതിവാതക ഖനനം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നും ട്രംപ് പറഞ്ഞു. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ പ്രകൃതിവാതക നിക്ഷേപമുള്ള രാജ്യമാണ് അമേരിക്ക. അതിനെ പൂർണ്ണമായ തോതിൽ നമ്മൾ ഉപയോഗപ്പെടുത്താൻ പോവുകയാണ്. ഒഴുകുന്ന സ്വർണത്തിന്റെ വലിയ ശേഖരമാണ് നമ്മുടെ കാലടിക്ക് താഴെയുള്ളത്. അത് ഖനനം ചെയ്ത് അമേരിക്കയെ വീണ്ടും സമ്പന്ന രാജ്യമാക്കി മാറ്റും. അതോടൊപ്പം തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ നിർബന്ധമാക്കാനുള്ള ഉത്തരവ് പിൻവലിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ ക്രൂഡ് ഓയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് പ്രചരണ സമയത്ത് തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഡ്രില്ല ബേബി ഡ്രില്ല എന്ന മുദ്രാവാക്യവും അദ്ദേഹം ഇതോടനുബന്ധിച്ച് മുന്നോട്ട് വെച്ചു. ട്രംപിന്റെ തീരുമാനത്തോടെ ആഗോള ക്രൂഡ് ഓയിൽ വിപണിയിലേക്ക് കൂടുതൽ വിതരണം എത്തുകയും ഇത് വിലയിടിവിന് കാരണമാവുകയും ചെയ്തേക്കും. ഇത് ക്രൂഡ് ഓയിൽ കയറ്റുമതിയിൽ വമ്പന്മാരായ സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങളെ വലിയ തോതിൽ ബാധിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. അന്താരാഷ്ട്ര വിപണിയിലെ വിലയിടിവ് പിടിച്ചു നിർത്താനായി എണ്ണ ഉൽപാദക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ ഒപെക് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഉൽപാദന നിയന്ത്രണം പാലിച്ചു വരികയാണ്. വിതരണം കുറച്ചുകൊണ്ട് വിലയിൽ നിയന്ത്രണം കൊണ്ട് വരികയെന്നതാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം. ഈ നീക്കത്തിനാണ് ട്രംപിന്റെ പുതിയ നയം വെല്ലുവിളിയാകുന്നത്. പ്രകൃതിവാതക ഉൽപാദനം വർദ്ധിപ്പിക്കുകയും അതുവഴി വിലയിടിവ് നേരിടുകയും ചെയ്യുന്ന സാഹചര്യമാണ് ലോകത്തെ പ്രമുഖ പ്രകൃതിവാതക ഉൽപാദകരായ ഖത്തർ മുന്നിൽ കാണുന്ന ഏറ്റവും വലിയ ഭീഷണി. ക്രൂഡ് ഓയിലിന്റെ ലോകത്തെ 3ാമത്തെ വലിയ ഉപഭോക്താവായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ നീക്കങ്ങൾ ഏറെ അനുകൂലമാണ്. ആവശ്യമായ എണ്ണയുടെ 80%-ത്തിലധികവും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ട്രംപിന്റെ നയങ്ങൾ ആഗോള വിപണിയിൽ വിലയിടിവിന് കാരണമാകുന്നത് ഇന്ത്യക്ക് അനുഗ്രഹമായി മാറും. അതോടൊപ്പം തന്നെ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 5ാമതാകും അമേരിക്ക. വരും കാലയളവിൽ ഈ ഇറക്കുമതി കൂടുതൽ ശക്തമാക്കുകയും ചെയ്തേക്കും.